നമസ്കാരം, ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. സ്വർണ്ണവില നിയന്ത്രണം വിട്ട് ഉയരുമെന്ന്, വർദ്ധിക്കുമെന്ന്, കൂടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച. അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. സ്വർണത്തിന് 1 ഗ്രാമിന് 22 കാരറ്റിന് 9705 രൂപയായിട്ട് റെക്കോർഡ് വില ഭേദിച്ച് മേളിലോട്ട് കയറിയിരിക്കുകയാണ്. അതായത് സ്വർണ്ണവിലയുടെ വർധനവിൻ്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 1 ഗ്രാമിന് 85 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഏകദേശം 670ഓളം രൂപ പവന് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം, സ്വർണ്ണവില നിയന്ത്രണം വിട്ട് കുതിക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വില കൂടുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യം പറയാം. അതായത് ഈ സാധാരണക്കാർ സ്വർണം വാങ്ങിച്ച് കൂട്ടുന്നത് കൊണ്ടല്ല ഈ വില കയറുന്നത്. മറിച്ച് ഈ സ്വർണം വാങ്ങുന്നത്, ഇപ്പോൾ സാധാരണക്കാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 50,000-നും 5 ലക്ഷം, അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 25 ലക്ഷം വരെയൊക്കെ വിലയ്ക്ക് വാങ്ങുകയുള്ളൂ. അപ്പോൾ അവർ വാങ്ങുന്നത് കൊണ്ടല്ല ഈ സ്വർണ്ണ വില കയറുന്നത്. മറിച്ച് ഈ സ്വർണത്തെ നിക്ഷേപമായിട്ട് കാണുന്ന കോടീശ്വരന്മാരും അതുപോലെ തന്നെ ബാങ്കുകളുമൊക്കെ സ്വർണം വാങ്ങിച്ചു കൂട്ടിയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ തന്നെ സ്വർണം വാങ്ങിച്ചു കൂട്ടിയാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇത് വില കയറുന്നത്. പിന്നെ അതുമാത്രമല്ല, ഡോളറിൻ്റെ ആ മേൽക്കോയ്മ 100% തകരുമെന്ന് എല്ലാവരും ഒരേ വിശ്വാസത്തിലാണ്. ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക വിദഗ്ധരും പൊതുവെ ഈ സമ്പദ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നത് ഡോളറിൻ്റെ മേൽക്കോയ്മ സമ്പൂർണ്ണമായിട്ട് തകരുമെന്ന് തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു കാരണമാണ് സ്വർണം നിക്ഷേപം എന്നുള്ള നിലയിൽ ഈ ബാങ്കുകളും നിക്ഷേപകരുമൊക്കെ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണവില വർധനവ് അതിനകത്ത് അതിൻ്റെ ആ ചിത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും സ്വർണ്ണവില കൂടുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു നിയന്ത്രണം വിട്ടുപോയിരിക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതായത് സ്വർണത്തിൻ്റെ ശേഖരം, അതായത് സ്വർണം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏകദേശം 8,033 ടൺ സ്വർണ്ണമാണുള്ളത്. അതായത് കിലോ കണക്കിന് പറയുകയാണെങ്കിൽ ഏകദേശം 81 ലക്ഷം കിലോ സ്വർണം ഈ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കരുതൽ ശേഖരത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇവർ ഈ അമേരിക്കയുടെ പല തന്ത്രങ്ങളല്ല കുതന്ത്രങ്ങൾ കൊണ്ട് ഈ വില ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണവില കൂടിയാൽ തീർച്ചയായിട്ടും ഈ 81 ലക്ഷം കിലോ സ്വർണം ഉള്ള അമേരിക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഗണ്യമായ രീതിയിൽ നേട്ടമൊന്നുമില്ല. എങ്കിലും ഈ പറഞ്ഞ മുങ്ങാൻ പോകുന്ന കപ്പലാണ് അമേരിക്ക. അതെല്ലാവരും ഒരേ സ്വരത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പാണ് ഈ സ്വർണം. 81 ലക്ഷം കിലോ സ്വർണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ ഡബിൾ ആയാൽ പോലും കാര്യമായിട്ടുള്ള ഗണ്യമായ നേട്ടമൊന്നും അമേരിക്കയ്ക്ക് നേടാൻ പറ്റില്ല. എങ്കിലും അവർക്ക് നന്നായിട്ട് അറിയാം ഡോളർ തകർന്ന് താഴോട്ട് പോകുന്നു. അപ്പോൾ സ്വർണ്ണവില ഉയർത്താൻ വേണ്ടി ഇവർ അവരുടെ ഈ റിസർവ് ബാങ്കായ അമേരിക്കയുടെ റിസർവ് ബാങ്കായ ഫെഡറൽ റിസർവിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ അതിൻ്റെ നായകനായ ജെറോം പവലിനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം വിടാതെ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ട്രംപും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ട്രംപ് ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്, അയാളുടെ പുറകിൽ
ലോകം നിയന്ത്രിക്കുന്ന 13 ഫാമിലികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല യൂട്യൂബിൽ. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കത്തില്ല ഈ ചാനൽ ഡിലീറ്റ് ആയപ്പോൾ. അതുകൊണ്ട് അത് മാത്രമല്ല, നിരവധി ലോകവുമായിട്ട് ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും ഞങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഇതിനകത്തൊന്നും പരാമർശിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ 13 ഫാമിലിയുടെ ബുദ്ധിയാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. അല്ലാതെ ട്രംപിൻ്റെ ബുദ്ധിയൊന്നുമല്ല. അയാൾ ഇവരുടെ താളത്തിന് തുള്ളുന്ന ഒരു കുരങ്ങൻ മാത്രമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ സംഭവം ഇതാണ്. അവർക്ക് ഈ ലോകം നിയന്ത്രിക്കുന്ന ഈ ഫാമിലിക്ക് അറിയാം ഡോളറിനെ ഇനി രക്ഷിക്കാൻ ഒക്കില്ലെന്നുള്ളത്. അതുപോലെ ഒരു അവസാന ശ്രമം എന്നുള്ള അമേരിക്കയെ രക്ഷപ്പെടുത്താൻ ഒരു അവസാന ശ്രമം എന്നുള്ള നിലയിലാണ് ഈ കുളം കലക്കുന്നത്. പിന്നെ വേറൊരു വീഡിയോ ഞങ്ങൾ ചെയ്യാനിരുന്നതാണ്, പക്ഷെ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഇന്ത്യൻ രൂപയുടെ തകർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർക്കിംഗ് ഡേയ്സിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയുടെ കടം ഏതാണ്ട് 24 മണിക്കൂർ കാലയളവിൽ പെട്ടെന്ന് 5 ലക്ഷം കോടി രൂപ കൂടി എന്നൊക്കെയുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ 2 ദിവസം ശനി ഞായറും ആയിരുന്നു. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് തുറന്നപ്പോൾ ആദ്യമൊക്കെ രൂപ തകർന്നു പോയെങ്കിലും കുറച്ച്, അതായത് 88 രൂപ 35 പൈസ വരെ ഡോളറിന് രൂപയുടെ മൂല്യം ഇടിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അല്പം മുന്നേറി ഇപ്പോൾ ഏറ്റവും ഒഴിവ് നോക്കുമ്പോൾ 88 രൂപ 17 പൈസ ആയിട്ട് നിൽക്കുകയാണ്. എങ്കിലും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അമേരിക്കയുടെ, ട്രംപിൻ്റെ അല്ല, മറിച്ച് അമേരിക്കയുടെ കുതന്ത്രങ്ങളിലൊന്നായ ഈ താരിഫ് യുദ്ധം ഇന്ത്യക്കെതിരെ എടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഡോളറിൻ്റെ അല്ലെങ്കിൽ ഡോളറിൻ്റെ വില, അതായത് ഈ ഇന്ത്യൻ രൂപയായിട്ട് ഡോളറിനുള്ള മൂല്യം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. എന്തായാലും താൽക്കാലികമായിട്ട് ആ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ രൂപയുടെ മൂല്യം നിയന്ത്രണം വിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങളത് ചെയ്യുന്നുള്ളൂ. നിരവധി കാര്യങ്ങളുണ്ട്. എനിവേ, ഇതുപോലുള്ള ലോകത്തിലെ സമ്പദ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞ 13 ഫാമിലി ഉണ്ടല്ലോ, അവർക്കും ഡൊണാൾഡ് ട്രംപിനും നരേന്ദ്രമോദിക്കും ലോകത്തിലെ രാഷ്ട്ര നേതാക്കൾക്കും ഒന്നും തന്നെ ഈ കടം കൂടുന്നത്, അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം കടം 21,000 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഡെപ്റ്റ് ടു GDP റേഷ്യോ, ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ 328% ഔദ്യോഗികമായിട്ട് തന്നെയായി. അത് അനൗദ്യോഗികമായിട്ട് വിവരങ്ങൾ കിട്ടുന്നത് 370% കടന്നു എന്നാണ്. അപ്പോൾ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥിതിയിലൂടെ മാത്രമേ ലോകത്തിനെ ഈ കടക്കെണിയിൽ നിന്ന്, അതായത് ഏകദേശം 9,500 ലക്ഷം കോടി രൂപയാണ് ലോകത്തിൻ്റെ GDP എന്ന് പറയുന്നത്. കടമെന്ന് പറയുന്നത് ഏകദേശം 21,000 ലക്ഷം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ കടവും വളർച്ച GDP ആയിട്ടുള്ള അനുപാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ വിടവ് അനുദിനം സെക്കൻഡ് തോറും അനുനിമിഷം
വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കാൻ ഈ 13 ഫാമിലിക്കും അറിയില്ല, ലോകത്തിലെ ഒരു രാഷ്ട്ര നേതാവിനോ സാമ്പത്തിക വിദഗ്ധനോ അറിയില്ല. അപ്പോൾ ഞങ്ങൾ അതേസമയം മുമ്പോട്ട് വെക്കുന്നത് ഒരു കറൻസി രഹിത വ്യവസ്ഥയിലേക്കാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ വാദിക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റ് വീഡിയോകളൊക്കെ കാണുക. അതും ഇനി വരാൻ പോകുന്ന, അതായത് ശരിക്കും പറയാം ഇന്ത്യയിൽ തന്നെ തകർക്കുന്ന രീതിയിൽ ലോകത്തിലെ ഈ താരിഫ് യുദ്ധം വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം, അമേരിക്കയുടെ ഉദ്ദേശം വെറും താരിഫ് വർധന മാത്രമല്ല, വേറെ പല രംഗങ്ങളിലും ഇന്ത്യയെ തകർക്കാൻ അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് താമസിയാതെ ഞങ്ങളൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതെല്ലാം തന്നെ കാണുന്നതിന് വേണ്ടിയും ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള അത്യത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളുള്ള ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പറയുന്നത് ലോകത്തിൻ്റെ മൊത്തം കടവായ 28,000 ലക്ഷം കോടി രൂപ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നതാണ്. ഓക്കെ, മറ്റു വീഡിയോകളൊക്കെ കാണുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ലോകത്തേക്ക് ഉള്ള ഇൻവിറ്റേഷനാണ്. മറ്റു വീഡിയോകളൊക്കെ അതെല്ലാം കാണാൻ ശ്രമിക്കുക. തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.